എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെയുള്ള ഒരു പരിപാടികൾ ഇവിടെ തുടങ്ങുവാൻ സാധിച്ചില്ല എന്ന ഒരു വിഷമം മാത്രമാണ്. അത് എൻ്റെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. കാരണം ഞങ്ങളിവിടെ വട്ടം കൂടി ഇരിക്കുമ്പോൾ ഇത് ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന്. അതാ അപ്പോഴത്തെ ഇതുണ്ടാവുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകും. ഇതേ മാനസികാവസ്ഥയിലാണ് നമ്മുടെ സഹോദരിമാരും. അവരുടെ മനസ്സിലുമുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. ഗണപതിയുടെ കല്യാണം പോലെയാണ് നീണ്ടു പോയി. അതിനൊരു അവസാനമില്ല, തുടക്കമില്ലാത്ത പോലെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. എനിക്ക് എങ്ങനെയാണ് പ്രസംഗിക്കണം എന്നറിയില്ല കേട്ടോ. അപ്പം എല്ലാ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ സഹോദരിമാരും അമ്മമാരും എല്ലാവരും കൂടിയിട്ട് ഇവിടെ എന്തെങ്കിലും കലാപരിപാടികൾ സംഘടിപ്പിക്കണമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ സഹോദരിമാർക്ക് ഞങ്ങൾ ഒരു വാക്ക് കൊടുത്തിരുന്നു. മെയ് മാസിൽ നമ്മളിവിടെ ഒരു ചെറിയ പരിപാടിയെങ്കിലും സംഘടിപ്പിക്കുമെന്ന്. മെയ് മാസം അടുക്കുന്തോറും ഞങ്ങളുടെ സംഘടിക്കുന്നുണ്ടായി. കാരണം അവരോട് പറഞ്ഞ വാക്ക് നമുക്ക് പാലിക്കേണ്ട കടമയുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഹരിച്ചേട്ടാ നമുക്ക് എന്തായി, മെയ് മാസമായല്ലോ, പരിപാടി തുടങ്ങണ്ടേ? അപ്പൊ ഞങ്ങൾ പറയും, പരിപാടി ഒന്നും സെറ്റായിട്ടില്ല, നമുക്ക് ഒരെണ്ണം ശരിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിൽ തോന്നി നമുക്കൊരു മീറ്റിംഗ് വിളിച്ചാലോ എന്ന്, ഒരു യോഗം. അങ്ങനെ നമ്മൾ അടുത്തറിയാവുന്ന നമ്മുടെ സഹോദരിമാരോടും അച്ഛനമ്മമാരോടൊക്കെ നമ്മൾ കണ്ടു പറഞ്ഞു, നമുക്ക് ഒരു യോഗം വിളിച്ചു. എൻ്റെ വീട്ടിലാണ് യോഗം വിളിച്ചത്. അതിൽ 36 പേര് പങ്കെടുത്തു. ആ 36 പേരിൽ നിന്ന് ഒരു 15 അംഗ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അന്ന് തന്നെ നമ്മൾ ചമയോത്സവം എന്നൊരു പേരുമിട്ട് ഒരു പരിപാടി മെയ് 16-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമ്മൾ എല്ലാവരും കൂടി ഈ സന്ദേശങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ചമയ നഗർ, നമ്മുടെ ഇവിടെ മണമക്കാരെ കയറ്റം തൊട്ട് KC മൂലത്തെണ്ട നമ്മുടെ മറ്റേ മണിച്ചേച്ചിയുടെ വീടുണ്ട്, മറ്റേ മിൽമ, അവിടെ വരെ നമ്മൾ ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാ വീടുകളിലും നമ്മൾ 10-15 പേര്, അത് നമ്മുടെ സഹോദരിമാർ നല്ല പങ്കാളിത്തമുണ്ട്. അവരാണ് ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഒരു 98 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല, ഒരു നോട്ടീസ് ഇല്ല, റെസീറ്റ് ഇല്ല. അതിനേക്കാൾ ഭംഗിയായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലൊരു നോട്ടീസ്, ഒരു സംഘടന ഒരു നോട്ടീസ് ഉണ്ടെന്നാൽ വെറുതെ നോക്കി കാട്ടിക്കളയണമെന്നാണ്. നമ്മൾ ഒരു 10-14 പേര് ഒരു വീട്ടിൽ ചെന്ന് പതുക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മളെ മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ ഉൾക്കൊണ്ട് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചമയ ചങ്ങാതിക്കൂട്ടം എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് തന്നെ അധികം ജീവനൊന്നും ഉണ്ടായിരുന്നില്ല ആ കൂട്ടായ്മയ്ക്ക്, വാട്സാപ്പിൽ. ഈ 98 കുടുംബങ്ങളിലെ അംഗങ്ങളെ ഒരു വീട്ടിലെ ചിലപ്പോൾ 1-2-3 പേരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരെയും നമ്മൾ പരമാവധി എല്ലാവരെയും നമ്മൾ ആ ചമയ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് ചേർത്തി ആ വാട്സാപ്പ് കൂട്ടായ്മ ഒന്ന് ജീവമഭിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും നമ്മളോട് സഹകരിച്ച് അതിനോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായ, സുഹൃത്തുക്കളായ, മക്കളായ പ്രവാസി കൂട്ടുകാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്.
അവരും നല്ലോണം സഹകരിച്ചു. അങ്ങനെ സഹകരിച്ച് എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു വേദി ഇതേപോലെ നമ്മളെ സ്വപ്നത്തിൽ കണ്ടേക്കാളും കൂടുതലാണ്, കുറച്ച് നമുക്ക് അഹങ്കാരത്തോടു കൂടി പറയാം, അത്രയും നല്ലൊരു വേദി, ഒരു കലാവിരുന്ന് ഇവിടെ തുടങ്ങാൻ സാധിച്ചു. നമ്മുടെ ഈ പരിപാടിയുടെ ചമയോത്സവത്തിൻ്റെ തിരശ്ശീല ഉയർന്നു, പ്രാർത്ഥനയോടുകൂടി തിരശ്ശീല ഉയർന്നു. ഒരു 10-10:30 ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടി ഇവിടെ കഴിയും, അവസാനിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ തിരശ്ശീല ഉയർന്നു, പക്ഷേ ആ 10-10:30 നമ്മുടെ ഇവിടെ ഈ പരിപാടികൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ തിരശ്ശീല നമ്മൾ താത്തില്ല എന്നുള്ള ഉറപ്പുണ്ട് നമുക്ക്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്. കാരണം നമ്മുടെ ഈ കൂട്ടായ്മ ഇതിൽ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഈ 98 കുടുംബം എല്ലാവരും ഒന്നാണ്. ഇപ്പോൾ നമ്മളുടെ ഈ പരിപാടിയിൽ ഈ കമ്മിറ്റി 14-16 പേരുണ്ട്. 16 പേരല്ല, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ 98 കുടുംബങ്ങളാണ്. ഇതിൽ പല തെറ്റുകളുണ്ടാവും, കുറവുകളുണ്ടാവും. അതെല്ലാം കുറച്ച് പേര് അല്ലെ കമ്മിറ്റിക്കാർക്ക് മാത്രം അഭിനന്ദനങ്ങളും വിമർശനങ്ങളും അല്ല, ഇതെല്ലാ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഈ 98 കുടുംബങ്ങൾക്ക് ഉള്ളതാണ്. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. നമ്മുടെ പരിപാടി ഇവിടെ ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, എല്ലാവർക്കും ബോറടിക്കേണ്ട ഒരു പരിപാടികളുണ്ട്, ഉദ്ഘാടനമുണ്ട്, മഴയുണ്ട്. എൻ്റെ കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നാണ്. ഞാൻ അതിലേക്ക് കടക്കട്ടെ. ചമയോത്സവം 2026 അധ്യക്ഷനായിട്ട് വിനു കോവിലകത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ ചമയോത്സവത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നമ്മുടെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിലെ മെമ്പർ MS രഘുനാഥ് അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചമയനഗറിലെ ചമയോത്സവത്തിലെ ഒരു അമ്മ കൂടിയായ സരസ്വതി അമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മൾക്ക് നമ്മുടെ പ്രിയങ്കരിയായ ശ്രീലക്ഷ്മിയെയും ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഈ ചമയോത്സവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കോർഡിനേറ്റർ രമ്യ പ്രവീണനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ ഈ പരിപാടിയുടെ രക്ഷാധികാരിയായി നമ്മുടെ മൂന്നേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി എല്ലാ രീതിയിലും നമ്മളോടൊപ്പം നിൽക്കുന്ന, പുറത്തുനിന്നും ഉള്ളിലുമായിട്ട് നമ്മളെ സഹായിച്ചും എല്ലാം കൂടെ സഹായിച്ച് ഈ വേദിയിലേക്ക് വരുന്ന എല്ലാവരെയും, നമ്മുടെ ചമയ കുടുംബാംഗങ്ങളെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കിത് നല്ലൊരു വേദി, ഈ സ്ഥലം തന്ന ഒരുപാട് കടപ്പാടുണ്ട്. ഈ സ്ഥലം തന്ന കൊടുങ്ങല്ലൂരുള്ള ഒരു രാജൻ മേനോൻ ചേട്ടൻ്റെയും അവരുടെ കുടുംബത്തിനെയും നമ്മൾ ചമയോത്സവത്തിൻ്റെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർ വരില്ല എന്ന് പറഞ്ഞിരുന്നു, ഇന്നലെ വിളിച്ചിരുന്നു. പിന്നെ ഈ സ്ഥലം നമുക്ക് കാണിച്ചു തന്ന, അതിനുള്ള എല്ലാ വർക്കുകളും ചെയ്തു തന്ന എൻ്റെ സഹോദരനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ജയിലു പട്ടയപാടത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. എല്ലാവർക്കും മഴ വരാകുമ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.